2022 ഞാൻ അമേരിക്കയെ സന്ദർശിച്ചിട്ട് US സന്ദർശിച്ചിട്ട് ആദ്യമായിട്ട് ലാറ്റിൻ അമേരിക്ക സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു. ഫ്രാൻസ് ഒരു പരിധി വരയ്ക്ക്, സ്പെയിൻ, പോർച്ചുഗൽ, പിന്നെ ഇറ്റലി, ഇവയൊക്കെയാണ് ലാറ്റിൻ രാജ്യങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. ലാറ്റിൻ അമേരിക്ക എന്ന് പറയാൻ കാരണം ഈ രാജ്യങ്ങൾ മുഴുവൻ കൊളംബസ് വന്നതിന് ശേഷം സ്പെയിനിൻ്റെ അധിനിവേശത്തിലായിരുന്നു. ഒരു രാജ്യം മാത്രം ബ്രസീൽ പോർച്ചുഗലിൻ്റെ കീഴിൽ വന്നു. ബാക്കി രാജ്യങ്ങളെല്ലാം തെക്കേ അമേരിക്കയിലും സെൻട്രൽ അമേരിക്കയിലും രാജ്യങ്ങളെല്ലാം തന്നെ സ്പെയിനിൻ്റെ കീഴിലായിരുന്നു. സ്പാനിഷ് ഭാഷയാണ് അവിടെ. ഇംഗ്ലീഷൊന്നും ആർക്കും അധികം പറഞ്ഞാൽ മനസ്സിലാകില്ല, തീരെ മനസ്സിലാകില്ല. വളരെ ചുരുക്കം ടൂറിസ്റ്റ് ഗൈഡുമാർക്കൊക്കെ അത് മലയാളം, ഇംഗ്ലീഷ് അറിയുള്ളൂ. അതുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്ക എന്ന് വിശേഷിപ്പിക്കുന്നത്. 2022 ഒക്ടോബറിലാണ് ഞാൻ ഈ ലാറ്റിൻ അമേരിക്കയുടെ സെൻട്രൽ അമേരിക്കൻ ഭാഗങ്ങൾ സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചത്. 10 രാജ്യങ്ങൾ വെറും 22 ദിവസം കൊണ്ട് ഞാൻ സന്ദർശിച്ചു. അത് എന്ന് പറഞ്ഞാൽ ശരാശരി 2 ദിവസമോ 3 ദിവസമോ, ഏറ്റവും കൂടുതൽ 4 ദിവസമോ മറ്റുമാണ് ഒരു രാജ്യത്ത് ചിലവഴിക്കാൻ സാധിച്ചുള്ളൂ. 10 രാജ്യങ്ങൾ 22 ദിവസം സന്ദർശിച്ചപ്പോൾ ആദ്യം ഞാൻ അമേരിക്കയിൽ നിന്ന്, US നിന്ന് ഇറങ്ങിയത് ഗ്വാട്ടമാലയിലാണ്. ഗ്വാട്ടമാലയിൽ 1-2 ദിവസം ചിലവഴിച്ച് അതിൻ്റെ വിവരണങ്ങൾ ഞാൻ നേരത്തെ എപ്പിസോഡിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ പോയത് തൊട്ടടുത്തുള്ള അതിൻ്റെ തെക്കേ അതിർത്തിയിലുള്ള രാഷ്ട്രം എൽ സാൽവഡോറിലേക്കാണ്. എൽ സാൽവഡോറിൻ്റെ തലസ്ഥാനമാണ് സാൻ സാൽവഡോറിലേക്കാണ് ഞാൻ ഗ്വാട്ടമാല സിറ്റിയിൽ നിന്ന് ഒരു പ്ലെയിൻ കയറി അന്ന് ഒരു സായാഹ്നം വന്ന് ഇറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഹോട്ടൽ തന്നെ ഏർപ്പാട് ചെയ്തു തന്ന ഒരു ടാക്സിയിലാണ് ഞാൻ സാൻ സാൽവഡോർ നഗരവും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയത്. ടാക്സിയുടെ ഡ്രൈവർ, അദ്ദേഹത്തിന് കണ്ട ഒരു അല്പം അറബിയായിട്ടൊക്കെ തോന്നും. ഒസ്മാന എന്നാണ് പേര്. തരക്കേടില്ല എന്ന് ഇംഗ്ലീഷ് സംസാരിക്കും, പക്ഷേ ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണം നമുക്കൊന്നും പൂർണ്ണമായിട്ട് എപ്പോഴും മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ ഒരുപാട് സംസാരിക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ളൊരു വ്യഗ്രതയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹമായിരുന്നു എൻ്റെ ഡ്രൈവറും എൻ്റെ ഗൈഡും. ഒസ്മാനയുടെ കൂടെ ഞാൻ രാവിലെ ഏതാണ്ട് 9-10 മണിക്ക് കാറിലിറങ്ങി. അദ്ദേഹം എനിക്ക് പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളും കാണിച്ചു തന്നു. അത് ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂർ അവിടെയെല്ലാം ചുറ്റിയതിന് ശേഷം പറഞ്ഞു, നമുക്കിനിയൊരു അഗ്നിപർവ്വതം കാണാൻ പോകാമെന്ന്. അഗ്നിപർവ്വതം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അഗ്നിപർവ്വതം ഫോട്ടോയിലും കണ്ടിട്ടുണ്ട്, നേരിട്ടും കണ്ട് കാണാം. എപ്പോഴും നമ്മൾ കാണുന്നത് അകലയിൽ നിന്ന് കാണുമ്പോൾ, നമ്മൾ താഴെ നിന്ന് കാണുമ്പോൾ ഒരു കോണിക്കൽ ഷേപ്പിൽ ആണ് നമ്മൾ ഈ അഗ്നിപർവ്വതങ്ങൾ കാണുക, ഒരു കോണിൻ്റെ ആകൃതിയിൽ. പക്ഷേ ഇത് അദ്ദേഹത്തിനെ കൊണ്ടുപോയത് ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഏറ്റവും വക്കത്തേക്കാണ്, ഏറ്റവും മുകളിലേക്കാണ്. അതിൻ്റെ വായ, ദ മൗത്ത് എന്നറിയപ്പെടുന്ന, എന്ന് വിശേഷിപ്പിക്കുന്ന ലബുക്രോൺ എന്ന് പറഞ്ഞാൽ സ്പാനിഷിൽ വായ എന്നാണ് അർത്ഥം. അതിൻ്റെ മുകളിലേക്കാണ്. അതിനെപ്പറ്റി ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ വിവരിക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ യാത്രയ്ക്ക് മധ്യേ ഒരു മല കയറിയിട്ടാണ്, ചുരങ്കമെന്നൊന്നും പറയാൻ സാധിക്കില്ല, പക്ഷേ എങ്കിലും ഒരു മല കയറിയിട്ടാണ് പോകുന്നത്. മലയ്ക്ക് കയറി മധ്യേ അദ്ദേഹം കാറ് നിർത്തിയിട്ട് നമുക്കിനി ഒരു വ്യൂ പോയിൻ്റ് കാണിച്ചു തരാമെന്ന്, എനിക്കൊരു വ്യൂ പോയിൻ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇറക്കി ഒരു കുറച്ച് മുന്നിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് സാൻ സാൽവഡോർ പട്ടണം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വിശാലമായിട്ട്, നമ്മളൊക്കെ ഇംഗ്ലീഷിൽ പെനോറമിക് വ്യൂ എന്ന് പറയുന്നത് പോലെ ഒരു വിശാലമായ ദൃശ്യമായിട്ട് കാണാൻ സാധിച്ചത്. വളരെ ഭംഗിയുള്ളൊരു ദൃശ്യം. 450 വർഷം പഴക്കം, 480 വർഷമാണെന്ന് തോന്നുന്നു പഴക്കമുള്ള ഒരു പട്ടണമാണ് സാൻ സാൽവഡോർ. അത് എൻ്റെ കാലിൻ്റെ കീഴെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന കണ്ടത് ഒരു ദൃശ്യം തന്നെയായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ആ വീഡിയോയിൽ ഞാൻ അവിടെ വെച്ച് തന്നെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കാര്യങ്ങളൊക്കെ, വിവരണം ഇംഗ്ലീഷിലാണ്, അതുകൊണ്ടാണ് ഒരു ചെറിയ ആമുഖം മലയാളത്തിൽ ഞാൻ നൽകാമെന്ന് വിചാരിച്ച് ഈ വാക്കുകൾ പറയുന്നത്. ഒസ്മോൺ സാൻ സാൽവഡോറിൻ്റെ കഥകൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവിടെ മലയുടെ മുകളിൽ കയറിയിട്ട് എന്നോട് അതിൻ്റെ ചരിത്രം, ഈ സമീപകാലത്തെ ചരിത്രം പറഞ്ഞു തന്നു. ഈ പട്ടണത്തിൽ ഒരുപാട് ഗ്യാങ് വാർഫെയർ, റൗഡി ഗ്രൂപ്പുകൾ തമ്മിലുള്ള തെരുവ് യുദ്ധങ്ങൾ നടന്ന 10, 15, 20 വർഷമായിട്ട് നടന്ന ഒരു രാജ്യമായിരുന്നു. ഒരുപാട് 25 പേര് ഓരോ ദിവസം ശരാശരി ഈ ഗ്യാങ് വാർഫെയറിൽ മരണപ്പെട്ട ഒരു ചരിത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് 10, 40,000, 50,000-ൽ കൂടുതൽ ഈ ഗുണ്ടകൾ, ഈ റൗഡികൾ ഈ യുദ്ധം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇത് യുദ്ധമെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന കത്തിയും കടാരിയും കൊണ്ടല്ല, തോക്ക് കൊണ്ടാണ്, ബോംബുകൾ കൊണ്ടാണ്. ആ ഒരു യുദ്ധം
ഒരു 10-15-20 വർഷത്തേക്ക് നീണ്ടു നിന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പുതിയ പ്രസിഡൻറ്റ് വന്ന്, ബെഖേലെ എന്ന പേരുള്ള ഒരു പുതിയ പ്രസിഡൻറ്റ് വന്ന് ഇതിനെ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ അടിച്ചമർത്തി 40,000 50,000 ഈ തരത്തിലുള്ള റൗഡികളെ, ഗുണ്ടകളെ, ഗാങ്സ്റ്റേഴ്സിനെ നാട് കടത്തി ഒരുപാട് പേരെ ജയിലിലേക്ക് ഇട്ടു. അങ്ങനെ ഈ ഗാങ് വാർഫെയർ അടിച്ചമർത്തിയ ഒരു ചരിത്രമാണ് ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട്. ഇപ്പോൾ സമാധാനമാണ് എൽ സാൽവഡോർ. അതിൻ്റെ കാരണം ഈ പുതിയ പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിനെ പറ്റി പറയുമ്പോഴൊരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം കൂടി പറയണം. അദ്ദേഹം അവിടുത്തെ എൽ സാൽവഡോറിയൻ അല്ല ഒറിജിനലി. ഈ എൽ സാൽവഡോറിൽ വന്നവർ പലരും അവിടുത്തെ സ്വന്തം നാട്ടുകാരും അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വന്ന സ്പാനിഷ്, ഇറ്റലി, ഫ്രാൻസ് പോലെ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇദ്ദേഹം വന്നത് പാലസ്റ്റീനിൽ നിന്നാണ്. ഒരു ഇസ്ലാം മത ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രസിഡൻറ്റ് ബെഖേലെ. അദ്ദേഹത്തിൻ്റെ പിതാവ് അപ്പൂപ്പൻ്റെ അപ്പനോ ഒക്കെ 1920-കളിൽ ഇസ്രായേൽ രാജ്യം പാലസ്റ്റീനിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ ഇസ്രായേലുകൾ വന്ന്, യൂതന്മാർ വന്ന് അവിടുത്തെ സ്ഥലമൊക്കെ വാങ്ങിച്ചപ്പോൾ അങ്ങനെ സ്ഥലം വിറ്റ് കുടിയേറി വന്നതാണ് എൽ സാൽവഡോർ. ഇന്ന് അവിടുത്തെ പ്രസിഡൻ്റാണ്. സാൽവഡോർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം സവിശേഷതയുണ്ട്. ഈ സെൻട്രൽ അമേരിക്കൻ, ഈ സൗത്ത് അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം വളരെ എന്താ പറയുക 99% കത്തോലിക്കരാണ് അവിടെയുള്ളത്. സാൽവഡോറിൽ പ്രത്യേകിച്ച് 99% അതിൽ കൂടുതൽ കത്തോലിക്കരാണുള്ളത്. അവിടെ ഒരു മുസ്ലിം, ഒരു അറബ് വംശജൻ ഒരു പ്രസിഡൻ്റായിരിക്കുന്നു എന്ന് മാത്രമല്ല വളരെ ജനപ്രീതി നേടിയ ഒരു പ്രസിഡൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിചിത്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബെഖേലെ കഴിഞ്ഞ 2 വർഷമായിട്ട് ജനപ്രീതി വാങ്ങിച്ചുകൊണ്ട് ഈ ഗാങ്സ്റ്റേഴ്സിനെ അടിച്ചമർത്തി നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിച്ച ഒരു പ്രസിഡൻ്റാണ്. ഒസ്മാനെ എനിക്ക് ആ രാജ്യത്തിൻ്റെ എൽ സാൽവഡോറിൻ്റെ പതാകയും കാണിച്ചു തന്നു. പതാകയുടെ വിശേഷണം അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ഈ പതാകയിൽ നടുവിലൊരു വെള്ള ഭാഗമുണ്ട്, പക്ഷേ മുകളിലും താഴെയും നീല ഭാഗങ്ങളാണുള്ളത്. ഈ നീല ഭാഗം മഹാസമുദ്രങ്ങളെയാണ് വിശേഷിപ്പിക്കുന്നത്. താഴെയുള്ളത് അറ്റ്ലാന്റിക് സമുദ്രം, മുകളിലുള്ളത് പസഫിക് സമുദ്രം, പ്രശാന്ത സമുദ്രം. ആ 2 സമുദ്രങ്ങൾക്ക് ഇടയിലാണ് എൽ സാൽവഡോർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 2 നീല 2 മഹാസമുദ്രങ്ങളാണ്. നടുവിലത്തെ വെള്ളയാണ് ഭൂമി കാണിക്കുന്നത്, എൽ സാൽവഡോർ കാണിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനകത്ത് 5 ഈ പതാകയിൽ 5 ചെറിയ അഗ്നിപർവ്വതങ്ങളോ ചെറിയ നക്ഷത്രങ്ങളോ മറ്റോ ഉണ്ട് അത്രേ. ഈ 5 എണ്ണം ആരംഭത്തിൽ, അതായത് 500 വർഷം മുമ്പ് കൊളംബസ് വന്നതിന് ശേഷം സ്പെയിൻ അധിനിവേശം ആരംഭിച്ചപ്പോൾ അവിടെ 5 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 5 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചാണ് സെൻട്രൽ അമേരിക്ക എന്ന് പറയുന്നത്. അന്ന് ഒരു രാജ്യമായിരുന്നു. ആ ഒരു രാജ്യം 5 രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഈ 5 രാജ്യങ്ങളെയാണ് ഈ 5 ചെറിയ നക്ഷത്രങ്ങളോ അല്ലെങ്കിൽ ചെറിയ അഗ്നിപർവ്വതങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ 5 രാജ്യങ്ങൾ കൊളംബിയ, കോസ്റ്റാറിക്ക, ഗ്വാട്ടമാല, എൽ സാൽവഡോർ, നിക്കാരാഗുവ. ഈ 5 രാജ്യങ്ങളാണ്. ഈ 5 രാജ്യങ്ങളിലെ 4 ഞാൻ പോയി. പിന്നെ വേറൊരു 6 രാജ്യങ്ങളും പോയി. അതിൻ്റെ വിശേഷണത്തിൻ്റെ ഭാഗമായിട്ടാണിത്. എൻ്റെ ഈ കമൻട്രി, എൻ്റെ ഈ കാണാൻ പോകുന്ന വീഡിയോയുടെ കമൻട്രി ഇംഗ്ലീഷിലായതുകൊണ്ട് ഒരു ചെറിയ ആമുഖം നൽകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഈ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ, ആ വായയുടെ മുകളിലേക്ക് കയറിയത് ഞാൻ വിശേഷിപ്പിക്കാം. അതുവരയ്ക്ക് നന്ദി, നമസ്കാരം. So this is a panoramic view of San Salvador city from up in the hills. We are climbing up to a volcano here, and this is a viewpoint on the way to the volcano. The volcano is not very far away. San Salvador had a history of crime until very recently, gang wars. My friend Ossie tells me there were nearly 65,000 gangsters fighting each other and 10 to 25 murders a day until about 6 months ago. The new president, his name is Najib Bukele, has been very tough. Najib Bukele himself is a Palestinian whose family migrated here many years ago in the 1920s when the state of Israel was being set up. He is part Christian. His brother is a Muslim, I believe, and he has been very tough on crime, and the number of deaths have come down, number of murders have come down. About 40,000 of these criminals have been put in jail already, and many have left this country for Honduras and other places. So it's a beautiful, it's like Kerala, part of it, but the city is really, really beautiful to see from within and from up top here. It's a lovely view, it's beautiful,
and the volcano must be somewhere up there. I don't know where it is. And this is the El Salvadorian flag. It's got two blues and a white in between. The two blues represents the Pacific Ocean and the Atlantic Ocean. The country is wedged between the Pacific and the Atlantic Oceans, and the white is the land. The emblema has 5 volcanoes. Those 5 volcanoes represent the 5 original countries. Come again, husband. Sure, no problem. Yeah. The emblema has 5 volcanoes. Yeah. In the Honduras flag, you can see 5 stars. Okay. The 5 number represent the 5 original countries of Central America, Oh. without Belize. Okay. And Belize. without Panama. Because Belize was a British colony. People speak English there. Okay. And in Panama, they had to get the independence from Colombia. Okay. That's why okay. there was only 5 countries: El Salvador, Honduras, Guatemala, Okay. Nicaragua, Costa Rica. Okay. So that's a 5. That's why you can see the 5 volcanoes there. 5 volcanoes. Oh, great. Lovely. Thank you.